മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 12:20 നമുക്ക് ധ്യാനിക്കാം. 1 സാമുവേൽ ചാപ്റ്റർ 12:20. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. ഒരാൾ കഠിന തപസ് ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തി. ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെന്ന് അയാളോട് ചോദിച്ചു. ദൈവമേ, ഞാൻ ജോലി ചെയ്ത് മടുത്തു, എന്നെ സഹായിക്കാൻ ഒരു രാക്ഷസനെ അയക്കണമേ. അയാളുടെ അഭ്യർത്ഥന കേട്ട് ദൈവം ചിരിച്ചുകൊണ്ട് വരം കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു രാക്ഷസൻ വന്നു. അതിന്റെ ആകാരം ഭയാനകമായിരുന്നു. എനിക്ക് വേഗം പണി തരൂ, രാക്ഷസൻ അലറി, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. രാക്ഷസന് അയാൾ ആദ്യത്തെ ജോലി കൊടുത്തു. കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവരൂ. നിമിഷങ്ങൾക്കകം അവിടെ ഒരു വിറക് കൂന ഉയർന്നു. അടുത്ത ജോലി തരൂ, രാക്ഷസൻ ദേഷ്യപ്പെട്ടു. എങ്കിൽ വേഗം പോയി ഒരു കിണർ കുത്തിക്കൊള്ളൂ. നിമിഷങ്ങൾക്കകം നല്ല ആഴക്കിണർ റെഡി. ഇനി നീ പോയി ഒരു നല്ല വീട് പണിയൂ. ഉടമസ്ഥൻ തുടരെ കൽപ്പന കൊടുത്തു. ഇതോടെ അയാൾക്ക് ഇരിക്കപ്പുറതിയില്ലെന്നായി. രാക്ഷസനാകട്ടെ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ഷണനേരം കൊണ്ട് ചെയ്തു കൊടുക്കുന്നു. ഇനി ഈ ശല്യത്തെ ഒഴിവാക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. കൽപ്പന കൊടുത്തില്ലെങ്കിൽ അത് തന്നെ കൊന്നുകളയും. തന്റെ തലയിൽ വിരലോടിച്ചപ്പോൾ അയാൾക്ക് മറ്റൊരു സൂത്രം തോന്നി. എന്റെ തലയിലെ ഈ ചുരുണ്ട മുടിയെല്ലാം ഉടൻ തന്നെ വടി പോലെയാക്കും. കഷ്ടം, രാക്ഷസൻ തോറ്റു. അത് വളരെ കൊല്ലം ശ്രമിച്ചിട്ടും ആ തലമുടി ഒന്നുപോലും നിവർക്കാൻ കഴിഞ്ഞില്ല. അതോടെ രാക്ഷസൻ അപ്രത്യക്ഷനായി. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിനെ അനുഗമിക്കൽ നിന്നും നമ്മൾ പിന്മാറുന്ന പ്രശ്നമുണ്ടാവരുത്. എപ്പോഴും അവന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കണം. അവിടെ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എന്നേക്കും. ആമേൻ.